ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് ചെറിയൊരു വീഡിയോയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഇന്ന് നമ്മൾക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് ഓൺലൈനൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, അത് ബാക്കിയുള്ള നെറ്റ്വർക്കിംഗ് കമ്പനിയുടെ ടോപ്പ് ലീഡേഴ്സൊക്കെ വെസ്റ്റീജിൽ ജോയിൻ ചെയ്യുന്നു. അടുത്തിടെ നിങ്ങൾക്കറിയാം, ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയിൽ 15 വർഷമായി അദ്ദേഹം അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ഏകദേശം 22 ലക്ഷത്തോളം മാസവരുമാനം ആ വ്യക്തി ആ ബിസിനസ്സിൽ നിന്ന് വരുമാനം വാങ്ങുന്നുണ്ട്. അതേമാതിരി അദ്ദേഹത്തിന് യൂട്യൂബിൽ 10 ലക്ഷത്തിൻ്റെ മുകളിൽ ഫോളോവേഴ്സുള്ള ഒരു വ്യക്തി വെസ്റ്റീജ് ജോയിൻ ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ പേര്, ഞാനിവിടെ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം ഞാൻ കുറേ വീഡിയോസ് കണ്ടു. ആ വീഡിയോസിൽ ഇങ്ങനെയാണ് വെസ്റ്റീജ് ബാക്കിയുള്ള കമ്പനിയുടെ ടോപ്പ് ലീഡേഴ്സിനെയൊക്കെ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പുതിയ വ്യക്തികളെ പുതിയ ലീഡേഴ്സ് വന്നാൽ മറ്റുള്ള കമ്പനിയിൽ നിന്ന് അവർക്ക് പെട്ടെന്ന് തന്നെ കമ്പനിയുടെ ടോപ്പ് പൊസിഷൻ കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടതുകൊണ്ട് ഞാൻ ചെറിയൊരു വീഡിയോയാണ് ഇന്ന് വന്നത്. കാരണം ഏതൊരു വ്യക്തിക്കും, ഏതൊരു ബാക്കിയുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയിൽ ഏകദേശം ടീമുള്ള വ്യക്തിക്ക് എത്രയും പെട്ടെന്ന് കമ്പനി ടോപ്പ് പൊസിഷനിൽ എത്തിച്ചേരാവുന്നതിനെ കുറിച്ചുള്ള ചെറിയൊരു കാൽക്കുലേഷനുമായി ഞാൻ ഇന്ന് വന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം അവരെന്തുകൊണ്ടാണ് ബാക്കിയുള്ള കമ്പനിയിലെ ടോപ്പ് ലീഡേഴ്സൊക്കെ ഇന്ന് വെസ്റ്റീജിൽ ജോയിൻ ചെയ്യണമെന്ന് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് അവർ വെസ്റ്റീജിനോട് എന്തുകൊണ്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത് എന്ന് ഈ വീഡിയോ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മുടെ വെസ്റ്റീജ് കമ്പനി നിങ്ങൾക്കറിയാം, കമ്പനിയുടെ ലോയൽറ്റി പ്ലാൻ. എന്താണ് ലോയൽറ്റി പ്ലാൻ? കമ്പനിയുടെ ലോയൽറ്റി പ്ലാൻ കമ്പനി ഇപ്പോൾ പുതുക്കിയിട്ടുണ്ട്. അതായത് 100 PVയുടെ സാധനം അല്ലെങ്കിൽ ഉൽപ്പന്നം 4 മാസം കണ്ടിന്യൂ വാങ്ങുകയാണെങ്കിൽ, ഏകദേശം 400 PVയുടെ വാങ്ങുകയാണെങ്കിൽ 5ാമത്തെ മാസം അദ്ദേഹത്തിന് 80 PVയുടെ ഉൽപ്പന്നങ്ങൾ ഫ്രീ ആയി കമ്പനി നൽകുന്നതാണ്. എക്സാമ്പിൾ, 1 PV = 30 രൂപ. അപ്പോൾ 100 PV = 3000 റുപ്പീസ്. അതായത് 3000 രൂപയുടെ ഓരോരു മാസം, അങ്ങനെ 4 മാസം കണ്ടിന്യൂ വാങ്ങുകയാണെങ്കിൽ 80 PVയുടെ അപ്രോക്സിമേറ്റ്ലി 2500 രൂപയുടെ ഉൽപ്പന്നങ്ങൾ അദ്ദേഹത്തിന് കമ്പനി ഫ്രീ ആയി നൽകുന്നതാണ്. ഇതിനാണ് കമ്പനി ലോയൽറ്റി പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത്, ഏതൊരു വ്യക്തിയുടെയും, ഏതൊരു ലീഡറിൻ്റെ താഴെ അദ്ദേഹത്തിന് ഒരു 100% അദ്ദേഹത്തിൻ്റെ താഴെ ഉണ്ടെങ്കിൽ അവർ മാസം 100 PVയുടെ പർച്ചേസ് ചെയ്താൽ അദ്ദേഹത്തിന് 10,000 PV ആയി. 10,000 PV എന്ന് പറഞ്ഞാൽ നമ്മുടെ വെസ്റ്റീജ് കമ്പനിയുടെ പൊസിഷനാണ് അദ്ദേഹം എത്തുന്നത്. ബ്രോൺസ് ഡയറക്ടർ എന്ന പൊസിഷനാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്കറിയാം, കമ്പനിയുടെ നല്ലൊരു പൊസിഷനായ ക്രൗൺ ഡയറക്ടർ, പിന്നെ അതിനുശേഷം യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ, അതിനുശേഷം ഡബിൾ ക്രൗൺ ഡയറക്ടർ, അതിനുശേഷം കമ്പനിയുടെ ഏറ്റവും ടോപ്പ് പൊസിഷനായ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ. കമ്പനിയുടെ ഏറ്റവും വലിയ പൊസിഷനാണ്, ഏറ്റവും ടോപ്പ് പൊസിഷനാണ് ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ. അപ്പോൾ ഏതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി ചെയ്യുന്ന വ്യക്തി, ടീമുള്ള വ്യക്തി, അദ്ദേഹം വെസ്റ്റീജിലേക്ക് വന്നാൽ എത്രയും പെട്ടെന്ന് എങ്ങനെ അദ്ദേഹത്തിന് ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ വെസ്റ്റീജിൽ ആവാമെന്നതിനെ കുറിച്ചുള്ള കണക്കാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതായത് ആകെ അദ്ദേഹത്തിന് ക്രൗൺ ഡയറക്ടർ ആവാൻ വേണ്ടത്, നിങ്ങൾക്കൊക്കെ അറിയാം എന്താണ് ക്രൗൺ ഡയറക്ടർ എന്നാണ്. അദ്ദേഹത്തിൻ്റെ 6 ഫ്രണ്ട് ലൈനിൽ അല്ലെങ്കിൽ 6 ലെഗിൽ 100 പേര്, വെറും 100 പേര് 100 PVയുടെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, അതായത് 100 പേര് 100 PVയുടെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് 60,000 PVയുടെ ബിസിനസ് നടന്നു. അപ്പോൾ അദ്ദേഹം കമ്പനിയുടെ ക്രൗൺ ഡയറക്ടർ എന്ന പൊസിഷനാണുള്ളത്. നിങ്ങൾക്കറിയാം ക്രൗൺ ഡയറക്ടറിന് കിട്ടുന്ന എന്തൊക്കെയാണ്. കാരണം ക്രൗൺ ഡയറക്ടർ കമ്പനിയുടെ കാർ ഫണ്ട്, ഹൗസ് ഫണ്ട്, ട്രാവൽ ഫണ്ട്, അങ്ങനെയുള്ള എല്ലാ ഫണ്ടും കമ്പനിയിൽ നിന്ന് ക്രൗൺ ഡയറക്ടറിന് ലഭിക്കുന്നതാണ്. അതിന് അദ്ദേഹം ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, അദ്ദേഹത്തിന് 2000 PV മെയിൻറ്റെയിൻ ചെയ്താൽ മതി. കാരണം ഓൾറെഡി അദ്ദേഹം ഏതൊരു ലെഗിൽ നിന്ന് 10,000 PV അദ്ദേഹത്തിന് വരുന്നുണ്ട്. അദ്ദേഹം 10,000 PV പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. 2000 PV ചെയ്താൽ തന്നെ അദ്ദേഹത്തിന് അതൊരു മെയിൻറ്റെയിൻ ചെയ്താൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഫണ്ടുകളൊക്കെ ഓട്ടോമാറ്റിക്കായി കിട്ടും. അടുത്തായി നമ്മൾ കാണാം, അതായത് യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ അദ്ദേഹത്തിന് വെറും 8 ലെഗിൽ നിന്നും, 8 ഫ്രണ്ട് ലൈനിൽ നിന്നും 100 പേര്, വെറും 100 പേര് അദ്ദേഹത്തിൻ്റെ 8 ലൈനിൽ ഉണ്ടായാൽ അവരെല്ലാം വെറും 100 PVയുടെ 3000 രൂപയുടെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടീമിൽ 80,000 PVയുടെ ബിസിനസ് നടന്നു. അദ്ദേഹത്തിന് കമ്പനിയുടെ പൊസിഷനിലാണ് യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ. അടുത്ത നമ്മൾ കാണാൻ ഡബിൾ ക്രൗൺ ഡയറക്ടർ. വെറും 12 ഫ്രണ്ട് ലൈനിൽ അല്ലെങ്കിൽ 12 ലെഗിൽ 100 പേര്
100 PV പർച്ചേസ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് 1,20,000 PV ബിസിനസ് നടന്നു. അദ്ദേഹത്തിന് കമ്പനിയിൽ പൊസിഷനാണ് ഡബിൾ ക്രൗൺ ഡയറക്ടർ. അടുത്ത ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ. നമുക്കറിയാം, വെറും 16 ലെഗിൽ വെറും 100 പേര് ഉണ്ടെങ്കിൽ ആ 100 പേര് വെറും 3,000 രൂപയുടെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ PV 1,60,000 PV ആണ്. അദ്ദേഹത്തിൻ്റെ പൊസിഷനാണ് ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, ഈ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്ന് വെച്ചാൽ കമ്പനി ഏറ്റവും ടോപ്പ് പൊസിഷനാണ്. ഏതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ ഏതൊരു ടോപ്പ് പൊസിഷനുള്ള വ്യക്തി, മറ്റൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി ടോപ്പ് പൊസിഷനുള്ള വ്യക്തി, അദ്ദേഹത്തിൻ്റെ താഴെ വെറും ഒരു 1,600 പേരുണ്ടാവില്ലേ? ഈ 1,600 പേര് വെറും 100 PVയുടെ അതായത് 3,000 രൂപയുടെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് വെസ്റ്റീജിൻ്റെ ഏറ്റവും ടോപ്പ് പൊസിഷനായ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്ന പൊസിഷനിൽ അദ്ദേഹത്തിന് എത്താൻ പറ്റും. നിങ്ങൾക്കറിയാം, കമ്പനിയുടെ ഏറ്റവും വലിയ ഇൻകമാണ് ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസ്. ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസ് വെറും 5,625 PVയുടെ ബിസിനസ് നടന്നാൽ ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസ് കിട്ടുന്നതാണ്. അപ്പം അദ്ദേഹത്തിന് ഓരോരോ ലെഗിൽ നിന്ന് നിങ്ങൾ ചിന്തിക്കുക, 10,000 PVയുടെ ബിസിനസ് നടക്കുകയാണെങ്കിൽ, അതായത് വെറും ഓരോ ലെഗിൽ 100 പേര് 3,000 രൂപയുടെ പർച്ചേസ് ചെയ്യണം, അദ്ദേഹത്തിന് 10,000 PVയുടെ ബിസിനസ് നടക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഓരോരോ ലെഗിൽ നിന്ന് ഡബിൾ LOB കിട്ടുന്നുണ്ട്. അതും 16 ഫ്രണ്ടിൽ നിന്ന് ഡബിൾ LOB കിട്ടുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക അദ്ദേഹത്തിൻ്റെ വരുമാനം എത്ര ആയിരിക്കും. അതുകൊണ്ടാണ് കമ്പനിയുടെ പ്ലാൻ, വെസ്റ്റീജിൻ്റെ കമ്പനിയുടെ പ്ലാന് ഇത്ര സിമ്പിൾ എന്ന് എല്ലാവരും പറയുന്നത്. അതുകൊണ്ടാണ് ബാക്കിയുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളിലെ അല്ലെങ്കിൽ ടോപ്പ് പൊസിഷനിലെ വ്യക്തികളെല്ലാം ഇന്ന് വെസ്റ്റീജിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു കാരണം. പിന്നെ വേറെ എന്തൊക്കെയാണ് കാരണങ്ങൾ? ഞാൻ നിങ്ങളോട് സിമ്പിളായിട്ട് പറയാം. വേറെ എന്തൊക്കെയാണ് കാരണങ്ങൾ? കാരണം നിങ്ങൾക്കറിയാം, ബാക്കിയുള്ള കമ്പനികൾ ഏതും ബൈനറി കമ്പനി ആകട്ടെ അല്ലെങ്കിൽ 2 ലെഗ് അല്ലെങ്കിൽ പോകുന്ന കമ്പനി ആകട്ടെ, അതിൽ ഒരു ഇൻകം ക്യാപ്പിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. എല്ലാവർക്കും അറിയാം എന്താണ് ഇൻകം ക്യാപ്പിംഗ്. അത് ഇൻകം ക്യാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സീലിംഗ്. ഇതിന് താഴെ എത്ര പേര് വന്നാലും അദ്ദേഹത്തിന് വരുമാനമില്ല. ചിലപ്പോൾ ഒരു വ്യക്തിക്ക് 5 ലക്ഷമായിരിക്കും ഒരു ഐഡിയയിൽ ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ അദ്ദേഹത്തിന് അതിൽ കൂടുതൽ അദ്ദേഹത്തിന് എത്ര ആൾക്കാർ വന്നാലും അദ്ദേഹത്തിന് അതിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അവരെന്താക്കുന്നത്, അവർക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കുക അവർ ചിന്തിക്കുമ്പോൾ അവരെന്ത് പറയുന്നത്, അവർക്ക് ഇനിയൊരു പുതിയൊരു വ്യക്തിനെ ജോയിൻ ചെയ്യപ്പെടുകയാണെങ്കിൽ ഈ ഏറ്റവും താഴെ പോയി ജോയിൻ ചെയ്യിപ്പിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിന് അത് ഗുണമില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം മോസ്റ്റ്ലി ടോപ്പ് ലീഡേഴ്സ് നെഗറ്റീവ് ആകുന്നു. അവർക്ക് അവരുടെ ഇൻകം അവിടെ വർദ്ധിപ്പിക്കാൻ പറ്റുന്നില്ല. അടുത്ത രണ്ടാമത്തെ ഒരു കാര്യം പാസീവ് ഇൻകം. കാരണം മോസ്റ്റ്ലി കമ്പനി നമുക്കറിയാം, ബാക്കിയുള്ള ബൈനറി കമ്പനിയിൽ പാക്കേജ് ഉള്ള കമ്പനിയിൽ, അത് പാക്കേജ് സിസ്റ്റമുള്ള കമ്പനിയിൽ, കാരണം എപ്പോൾ വരെ ആ പാക്കേജ് വിറ്റ് പോകും അതുവരെ അവരുടെ ഇൻകം വരും. കാരണം ഭാവിയിൽ ആൾക്കാർ പാക്കേജ് സിസ്റ്റത്തിൽ ബിസിനസ് ചെയ്യുന്ന കുറയും, അല്ലെങ്കിൽ ആൾക്കാർ പുതിയതായി ജോയിൻ ചെയ്യുന്നത് കുറയും. കാരണം ഫ്രീ ആയി ജോയിൻ ചെയ്യാനുള്ള കമ്പനി ഉണ്ടാകുമ്പോൾ അതേ ഫ്രീ ആയി ജോയിൻ ചെയ്ത കമ്പനിയിൽ ലക്സറി കാറുകളും അതേപോലെ ഒരു മാസത്തിൽ കോടികൾ വരെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എന്തിനു വെറുതെ പാക്കേജിൽ പണമെടുത്ത് നമ്മൾ വെറുതെ പണം കളയണം? അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും ഭാവിയിൽ വരുന്നത്. അതുകൊണ്ട് ഭാവിയിൽ അദ്ദേഹത്തിന് ഒരു റോയൽറ്റി ഇൻകം അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഇൻകം കിട്ടാൻ എപ്പോഴും ചാൻസ് കുറവാണ്. അതാണ് ബാക്കിയുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ ടോപ്പ് ലീഡേഴ്സ് ചിന്തിക്കുന്ന വേറൊരു കാര്യം. അടുത്തൊരു കാര്യം ഇങ്ങോട്ട് ഞാൻ പറയാം. വെസ്റ്റീജ് ജോയിനിങ് ഫ്രീ ആണ്. വെസ്റ്റീജ് പാക്കിംഗ് സിസ്റ്റം ഒരിക്കലും ഇല്ല. അതുകൊണ്ട് തന്നെ ഏതൊരു സാധാരണ വ്യക്തിക്ക് വെസ്റ്റീജ് ചെയ്യാനും അതിൽ എത്രയും പെട്ടെന്ന് സക്സസ് ആവാനും പറ്റും. പിന്നെ ഒരു കാര്യം നിങ്ങൾക്കറിയാം, നെറ്റ്വർക്കിംഗ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ആക്ട് ഉണ്ടാക്കിയിരുന്നു ഏകദേശം 1978-ലും 1988-ലും 1992-ലും. ഈ ആക്റ്റൊക്കെ അതായത് വെസ്റ്റീജ് ഇത് മൊത്തം ഉൾക്കൊണ്ടാണ് വെസ്റ്റീജ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വെസ്റ്റീജിൻ്റെ മേലെ യാതൊരുവിധ അലിഗേഷനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് വന്നുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോ കമ്പനിക്ക് യാതൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഓൾറെഡി ഈ നിയമമൊക്കെ വെസ്റ്റീജ് ഓൾറെഡി പണ്ടേ പാലിച്ചു കൊണ്ടിരുന്ന ഒരു കമ്പനിയാണ്. 15 വർഷമായി ഈ കമ്പനി. അപ്പോൾ അതും ബാക്കിയുള്ള ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ലീഡേഴ്സിന് നോക്കുമ്പോൾ അതൊരു പോസിറ്റീവാണ്. അതേമാതിരി ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അല്ലെങ്കിൽ ഫ്രീ പ്ലാൻ, അത് നിങ്ങൾക്കറിയാം വേറെ കുറേ കമ്പനികൾക്കറിയാം ഇൻവെസ്റ്റ് ചെയ്യണം. ചിലപ്പോൾ 40,000, ചിലപ്പോൾ 50,000, ചിലപ്പോൾ 1 ലക്ഷം, അല്ലെങ്കിൽ ചിലപ്പോൾ 1000 രൂപ അല്ലെങ്കിൽ ഒരു 10,000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. പക്ഷേ അത് വെസ്റ്റീജ് ഫ്രീ പ്ലാനാണ്. വെസ്റ്റീജിൽ 5 പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അറിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നത്,
മോസ്റ്റ്ലി മണി ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിനെ അവർ വിട്ടിട്ട് ഫ്രീ ആയുള്ള ഇതിലാണ് കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുക. പിന്നെ അതേമാതിരി പ്രൊഡക്റ്റ് ബേസ്ഡ് പ്ലാൻ, അതായത് ഏതൊരു കമ്പനിയിലും റീപർച്ചേസ് സിസ്റ്റം ഇല്ലെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് ഒരു സ്റ്റഡി ഇൻകം കിട്ടാൻ പോകുന്നില്ല. ആൾക്കാർ എത്ര ജോയിൻ ചെയ്തോ അത്ര വരുമാനം കിട്ടും. ചിലപ്പോൾ ആൾക്കാർ ജോയിൻ ചെയ്ത് നിർത്തിയാൽ അദ്ദേഹത്തിന് ഇൻകം കുറയും. കാരണം ഒരു റീപർച്ചേസ് നടക്കണമെങ്കിൽ അതിനെ എന്ത് ചെയ്യണം, ആ പ്രൊഡക്റ്റ് ഒരിക്കലും ബ്രാൻഡിൽ കൺവേർട്ട് ആണ്. ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് എപ്പം ബ്രാൻഡിൽ കൺവേർട്ട് ആയാലേ ആ റീപർച്ചേസ് നടക്കും. ഈ ബ്രാൻഡിൽ ഏതൊരു പ്രൊഡക്റ്റും കൺവേർട്ട് ആവണം എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്താവണം, ആ പ്രൊഡക്റ്റിന് ഒരു ക്വാളിറ്റി വേണം, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അവൈലബിലിറ്റി വേണം. അതേമാതിരി പ്രൊഡക്റ്റിന്റെ പ്രൈസിങ് ഹൈ ആവാൻ പാടില്ല. അതേമാതിരി പ്രൊഡക്റ്റിന് പ്രൊമോഷനും വേണം. അതേമാതിരി ക്വാണ്ടിറ്റിയും വേണം. അപ്പോൾ ഇതൊക്കെ ഒരുമിച്ചാലേ ഒരു പ്രൊഡക്റ്റ് ഒരു ബ്രാൻഡിലേക്ക് കൺവേർട്ട് ആവും. അല്ലാതെ വെറും ക്വാളിറ്റി മാത്രം ഉണ്ടായാൽ അത് ബ്രാൻഡിൽ ഒരിക്കലും കൺവേർട്ട് ആവാൻ സാധിക്കില്ല. ക്വാളിറ്റിയും പ്രൈസിങ്ങും രണ്ടും ഒരുമിച്ച് വേണം. അതേമാതിരി അവൈലബിലിറ്റിയും പ്രൊമോഷനും വേണം. നിങ്ങൾക്കറിയുമ്പോൾ വെസ്റ്റീജിന്റെ ഏതൊരു പുതിയ പ്രൊഡക്റ്റ് വരുന്നുണ്ടെങ്കിൽ അതിന് പ്രൊമോഷനായിട്ട് കമ്പനിയുടെ വീഡിയോ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഫോട്ടോസ് ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള സാധനമൊക്കെ കമ്പനി അതിൽ ചെലവിടുന്നു. പക്ഷെ ബാക്കിയുള്ള കുറെ കമ്പനി എന്ത് ചെയ്യും, അദ്ദേഹം അവരുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് കുറച്ചിട്ട് അവർ കമ്പനി പ്രൊഡക്റ്റിന് ഒരിക്കലും പ്രൊമോഷൻ ചെയ്യുന്നില്ല അവർ. അതുകൊണ്ടാണ് കമ്പനി ആ പ്രൊഡക്റ്റ് ബ്രാൻഡിൽ കൺവേർട്ട് ആവാതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് ബ്രാൻഡിൽ കൺവേർട്ട് ആവാതിരിക്കുന്നത് കൊണ്ട് ആ കമ്പനിയിൽ റീപർച്ചേസ് സിസ്റ്റം കുറവാണ്. അടുത്ത നമ്മൾ കാണുന്നത് മാനേജ്മെന്റ്. കാരണം നിങ്ങൾക്കറിയാം, ഈ കുറെ കമ്പനികൾ 1 വർഷമാവുന്നു, 2 വർഷമാവുന്നു, 3 വർഷം, 4 വർഷം കമ്പനി പൂട്ടിപ്പോകുന്നു. എന്തുകൊണ്ട്? കാരണം ഏതൊരു മാനേജ്മെന്റിന് ഈ മൾട്ടി മാർക്കറ്റിംഗ് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാവും, പക്ഷെ അതൊരു മാനേജ് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഏറ്റവും മാക്സിമം ബാക്കിയുള്ള കമ്പനികൾ കണ്ടിട്ടുണ്ട്, ഒരു മൾട്ടി മാർക്കറ്റിംഗ് ഒരു ടോപ്പ് ലീഡർ ആയിരിക്കും പുതിയൊരു മൾട്ടി മാർക്കറ്റിംഗ് കമ്പനി തുടങ്ങുന്നത്. പക്ഷെ അദ്ദേഹത്തിന് മൾട്ടി മാർക്കറ്റിൽ ടീം ഉണ്ടാക്കാൻ അറിയാം, അദ്ദേഹത്തിന് ഒരിക്കലും ഒരു കമ്പനി മാനേജ് ചെയ്യാൻ അറിയില്ല. അതേമാതിരി മാനേജ്മെന്റ് ഒരു വിഷൻ വേണം, നാളെ എൻ്റെ കമ്പനി എന്താവണം. അതേമാതിരി ഇന്റൻഷൻ വേണം. അതായത് എനിക്ക് മാത്രം, എൻ്റെ കമ്പനിക്ക് മാത്രം പൈസ ഉണ്ടാക്കിയാൽ മതി എന്നല്ല, എൻ്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന വ്യക്തികൾക്ക് കൂടി പൈസ ഉണ്ടാക്കി കൊടുക്കണം എന്നൊരു ഇന്റൻഷൻ ഉണ്ടായാലേ ആ കമ്പനി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. നിങ്ങൾക്ക് ഇന്നറിയാം, വെസ്റ്റീജ് 15 വർഷമായിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു കമ്പനിയാണ്, ഏറ്റവും കൂടുതൽ ടേൺ ഓവർ നടക്കുന്ന കമ്പനിയാണ് വെസ്റ്റീജ്. ഏകദേശം 10 രാജ്യത്തോളം കമ്പനിയുടെ ഓഫീസ് ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നുണ്ട്. ഏകദേശം 5 രാജ്യത്തോളം കമ്പനിയുടെ ഓഫീസായി. ഏകദേശം 1,40,00,000 മുകളിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മാറി ഇന്ന് വെസ്റ്റീജിലുണ്ട്. അതേമാതിരി കമ്പനിയുടെ ലാസ്റ്റ് വർഷം ടേൺ ഓവർ 1865 കോടി ടേൺ ഓവറാണ്. അതായത് നിങ്ങൾക്ക് കമ്പനിയുടെ സിദ്ധാർത്ഥ് സിംഗ്, ഏഷ്യയിലെ തന്നെ മൾട്ടി മാർക്കറ്റിംഗ് കമ്പനി ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന ഒരു വ്യക്തിയാണ് സിദ്ധാർത്ഥ് സിംഗ്. അതായത് മാസം 1 കോടി രൂപ അദ്ദേഹം വെസ്റ്റീജിൽ ഉണ്ടാക്കുന്നുണ്ട്. ബാക്കിയുള്ള ഏഷ്യയിൽ എത്ര കമ്പനിയുണ്ട്, വെസ്റ്റീജിനേക്കാളും മുമ്പിൽ എത്രയോ കമ്പനിയെ കുറിച്ച് നിങ്ങൾക്കറിയാം. പക്ഷെ അവർ ഒരിക്കലും അവരുടെ കമ്പനിയിലെ ഒരു വ്യക്തിക്കും ഇതേപോലെ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ട്? അതാണ് ഞാൻ പറഞ്ഞത്, കമ്പനി വെസ്റ്റീജിന്റെ പ്ലാന്, വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റ്, വെസ്റ്റീജിന്റെ സിസ്റ്റം, അതേമാതിരി വെസ്റ്റീജിന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം. നമുക്കറിയാം വെസ്റ്റീജിന്റെ CNT പ്രോഗ്രാം. അതേമാതിരി അത് ഏതൊരു വ്യക്തിയും അതിൽ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, ഫ്രീ ആണ്. കമ്പനിയുടെ VLC പ്രോഗ്രാം, അത് ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം, ഇതൊക്കെ എല്ലാം കമ്പനി എന്ത് ഫ്രീ ആയി ബാക്കിയുള്ളവർക്ക് നൽകുന്നു. അപ്പോൾ അതുകൊണ്ട് എന്ത്, കമ്പനിയുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാം നല്ലൊരു ഇതിലാണ് പോകുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ള ലീഡേഴ്സ്മാർ എന്താണ് നോക്കുന്നത്, എൻ്റെ കമ്പനിയും വെസ്റ്റീജിലും, അവരൊക്കെ വെസ്റ്റീജ് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടാൻ കാരണം അവരുടെ കമ്പനി വെസ്റ്റീജ് താരതമ്യം ചെയ്യുമ്പോൾ അവർക്ക് ഇതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ കമ്പനിയിൽ കാണുന്നില്ല. അതുകൊണ്ടാണ് മോസ്റ്റ്ലി അവരെന്ത് ചെയ്യുന്നത്, വെസ്റ്റീജിൽ ജോയിൻ ചെയ്യാനുള്ള താല്പര്യപ്പെടുന്നത്. കാരണം നിങ്ങൾക്ക് ഇന്നറിയാം, വെസ്റ്റീജിന് ഏകദേശം 6000 മുകളിൽ ഷോപ്സ് ഉണ്ട് ടോട്ടൽ. DLCP സെന്റേഴ്സ് ടോട്ടൽ ഓൾ ഓവർ ദി വേൾഡ് ഉണ്ട്. അതേമാതിരി ഇത് കമ്പനിയുടെ ഏറ്റവും പുതിയ ബെസ്റ്റ് ഡീലിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഇ-കൊമേഴ്സ്, ഇന്ത്യയിൽ ആദ്യമായി ഇ-കൊമേഴ്സ് ഓൺലൈനിലൂടെ ആരംഭിച്ചത് വെസ്റ്റീജ് ആണ്. ഏകദേശം കമ്പനിയുടെ ബെസ്റ്റ് ഡീലിന്റെ ഷോറൂം ഓൾ ഓവർ ദി ഇന്ത്യ എല്ലാ DLCPനെയും കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. എല്ലാ DLCPയുടെയും ബെസ്റ്റ് ഡീൽ സൂപ്പർ മാർക്കറ്റ് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. അതാണ് കമ്പനിയുടെ വിഷൻ. അപ്പോൾ ഇതൊക്കെ ബാക്കിയുള്ള മൾട്ടി മാർക്കറ്റ് കമ്പനിയുള്ള ടോപ്പ് ലീഡേഴ്സ് അവർ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, വെസ്റ്റീജ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, നിങ്ങൾക്കും വെസ്റ്റീജിൽ ജോയിൻ ആവാം.
എൻ്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ വിളിച്ച് സംസാരിക്കാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇത് കാണുന്ന ബാക്കിയുള്ള വെസ്റ്റീജിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സുമാർക്കും ഇതിൽ ഞാൻ പറഞ്ഞ വല്ല ഡൗട്ട്സോ വല്ല ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പർ നിങ്ങൾക്ക് വിളിച്ച് എൻ്റെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാം. ഓക്കെ സുഹൃത്തുക്കളെ, താങ്ക് യു ഫ്രണ്ട്സ്, വിഷ് യു വെൽത്ത്. താങ്ക് യു വെസ്റ്റീജ്.